ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പൈസി ചില്ലി ഗാർലിക് വെജ് മൊമോസ് ആണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 സവാള, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഒരര ക്യാപ്സിക്കം, 3 പച്ചമുളക്, 2 ക്യാരറ്റ്, പിന്നെ ഒരു പകുതി ക്യാബേജ്. എന്നിട്ട് ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ചോപ്പർ വെച്ചാണ് ചോപ്പ് ചെയ്തെടുത്തത്. അത് കഴിഞ്ഞിട്ട് പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് അതിലോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം. ഒരുവിധം വെന്ത് വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കതിലോട്ട് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. അടുത്തതായിട്ട് മാവ് കുഴയ്ക്കണം. അതിനായിട്ട് 4 കപ്പ് മൈദമാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിടണം, കുറച്ച് എണ്ണ ഒഴിക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി പരത്തും പോലെ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന വെജിറ്റബിളിൻ്റെ മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് ഞാൻ ഈ ചെയ്തിരിക്കുന്നത് പോലെ വച്ചിട്ട് മുകളിലോട്ട് വെച്ച് ഫോൾഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും എണ്ണ ചൂടാക്കി അതിലോട്ട് ഈ ഓരോ മൊമോസും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് സോസ് ഉണ്ടാക്കാനായിട്ട് പാൻ ചൂടാക്കി അതിലോട്ട് വെളുത്തുള്ളി ഇടണം. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോസ്, അതായത് സോയാ സോസ്. അത് കഴിഞ്ഞിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് വെള്ളത്തിൽ കലക്കിയെടുക്കണം. എന്നിട്ട് ഈ സോസിൽ ആവശ്യത്തിന് ഉപ്പിട്ട് തിളപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മൊമോസ് ഈ സോസിലിട്ട് എടുക്കണം. അങ്ങനെ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചില്ലി ഗാർലിക് വെജ് മൊമോസ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.